ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് വയ്ക്കുന്ന പാത്രമല്ല, ആ പാത്രത്തിൻ്റെ അടിയിരിക്കുന്നത് ഇതാണ്. ഇത് സിലിക്കോൺ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം നിന്നിട്ട്, കാരണം ഈ സ്പോഞ്ചിൻ്റെ വെള്ളം നിന്നിട്ട് അതിലിങ്ങനെ ഒരു ബ്ലാക്ക് സ്പോട്ട് പോലെ വീഴുവാൻ. അങ്ങനെ ഞാൻ ഇപ്പോൾ അത് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതങ്ങ് നമുക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബേക്കിംഗ് സോഡ ഇപ്രാവശ്യം പോയപ്പോഴും ഞാൻ വലിയ ഒരു ബേക്കിംഗ് സോഡയാണ് വാങ്ങിച്ചത്. കാരണം ഇതേ കണക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡയും ലെമണും കൂടെ ഇതേ കണക്ക് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് നന്നായിട്ട് അതിൽ മൊത്തം തേച്ച് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അതിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതിലേക്ക് അതിലുള്ള എല്ലാ അഴുക്കും എല്ലാം പോകും കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചായി ചെയ്തിട്ട്. വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് ജോലിയായിട്ട് കുറച്ച് തിരക്കായിരുന്നു. അടുപ്പിച്ചിങ്ങനെ ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് തേച്ചിട്ട് അവിടെ വെച്ചു. എന്നിട്ട് ബാലൻസ് വന്ന നമ്മുടെ ബേക്കിംഗ് സോഡ ഞാനൊരു കണ്ടെയ്നറിൽ ഇട്ട് ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ എപ്പോഴും ആ പാക്കിലാണ് വയ്ക്കുന്നത്. അത് ചെറിയ പാക്കാണ് വാങ്ങിക്കുന്നത്. ഇപ്രാവശ്യം കുറച്ച് വലിയ പാക്ക് വാങ്ങിച്ചതുകൊണ്ട് ഞാൻ പൊട്ടിച്ചൊരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് അത് വെക്കാമെന്ന് വിചാരിച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് എടുക്കുമ്പോഴത്തേക്കും അതിൽ നനവും കാര്യങ്ങളും ഒക്കെ വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാം തരമായ ഒരു ബ്ലീച്ചുമാണ്. പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലുള്ള കരിയൊക്കെ മാറ്റാനും ഇതേ കണക്ക് ഈ പിന്നെ നമ്മുടെ ഈ ബേക്കിംഗ് സോഡയും നാരങ്ങയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് മുകളിലോട്ട് പോയി. ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകണമായിരുന്നു. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ പഴയ വീട്ടിലോട്ടൊന്ന് പോകണം അത്യാവശ്യമായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ പോയി ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്തിറങ്ങി വന്നതാണ് ഇന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ജോലിക്ക് പോകേണ്ട, ഇന്ന് അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേ തിരക്കാണ് ഇന്ന് ഫുൾ ഡേ. അപ്പോൾ ഞങ്ങളുടെ ബേസ്മെൻറ്റിൽ താമസിച്ച് അവർ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ക്ലീനിങ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പോകുന്നതാണ് കേട്ടോ. എന്നാൽ വേറെ ഒരു കൂട്ടർ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അവിടെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ വേണമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നത്. പിന്നെ കുറച്ച് ഗാർബേജ് ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടത്തേക്ക്. പിന്നെ തുടയ്ക്കുന്ന കുറച്ച് ക്ലോത്തും അങ്ങനെ ആ സാധനങ്ങളും എല്ലാം കൂടെ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ബ്രദറിൻ്റെ മോളുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിലോട്ട് വിടാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് യൂണിവേഴ്സിറ്റി പോകണം. അങ്ങനെ അവളെയും ദേ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ അങ്ങനെ കയറി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഇപ്പം നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വീട് ഇവിടെ അടുത്താണ് കേട്ടോ. ഞങ്ങളുടെ വീടുമായിട്ട് ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ മുൻവശമാണ്. ഇവിടെ പാർക്കാണ് കേട്ടോ. പക്ഷേ സ്നോ ഒക്കെ കിടക്കുന്നതുകൊണ്ട് അറിയുന്നില്ല. നല്ല സ്നോയ്ക്കൊരു മാറ്റവും ഇല്ല. കാരണം ടെമ്പറേച്ചർ ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും അങ്ങ് സ്നോ മാറിക്കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ വിചാരിക്കും കുഴപ്പമില്ലാന്ന്, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി അകത്തോട്ടൊക്കെ കയറി അവിടെയൊക്കെ ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരാം. അപ്പോൾ തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് മട്ടൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ വാൾമാർട്ടിലോട്ടാണ് വന്നത്. കാരണം വീട്ടിൽ മിൽക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാമെന്നും പറഞ്ഞാണ് വാൾമാർട്ടിലോട്ട് വന്നത്. അപ്പോൾ വാൾമാർട്ട് നിൽക്കുന്ന പ്ലാസയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ അറിയാമല്ലോ, നമ്മൾ ഷോപ്പിൽ വന്ന് കയറിക്കഴിഞ്ഞ് ഒരു സാധനം വാങ്ങിക്കാൻ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് അതെടുക്കാം, ഫ്രൂട്ട്സ് എടുക്കാം. അങ്ങനെ എടുത്ത് വന്നപ്പം എന്താ പറയുക, ഒരു വണ്ടി നിറച്ചുള്ള സാധനങ്ങളായി. എനിക്കറിയില്ല എന്താണെന്ന് എടുത്തതെന്ന്. ശരിക്കും മിൽക്ക് എടുക്കാനാണ് വന്നത്. പിന്നെ ബ്രെഡ് എടുത്തു, ഫ്രൂട്ട്സ് എടുത്തു, പിന്നെ ആവശ്യമുള്ള അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം അങ്ങോട്ട് കാറിലോട്ട് പോവുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഓടി കുറച്ച് നേരം പുറത്ത് നിന്നാൽ നമ്മളെ കൈയെല്ലാം ഫ്രീസാവും. നല്ല തണുപ്പുണ്ട്. അങ്ങനെ പിന്നെ മുട്ടയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, എങ്കിലും വന്ന സ്ഥിതിക്ക് അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാട്ടുമൊക്കെ തിരിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചു. ഇപ്പം തന്നെ സമയം ഒരുപാടായി കേട്ടോ. കാരണം ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞെങ്കിലും നമ്മൾ ഉച്ചക്കലത്തെ കുക്കിംഗ് ഒന്നും ഇന്ന് ഇല്ല. കാരണം എല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കുക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നേരെ വണ്ടി വന്നത് LCBOയിലോട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങോട്ട് വരുന്നതെന്ന്. അപ്പോൾ ഇത് വാൾമാർട്ടിൻ്റെ അടുത്ത് തന്നെ, തൊട്ട് ആ പ്ലാസയ്ക്കകത്ത് തന്നെ. അപ്പോൾ പറഞ്ഞു
വണ്ടിയുടെ ഫ്യൂവൽ തീർന്നെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫ്യൂവൽ അടിക്കണം, അതിനായിട്ട് പോയാന്ന്. അപ്പോൾ സാധാരണ LCBOയിൽ വരുമ്പോഴത്തേക്കും ഞാൻ കാറിലാണ് ഇരിക്കുന്നതാണ് പതിവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനും കൂടെ വരാമെന്നും പറഞ്ഞ് ഞാനും ചാടി ഇറങ്ങി കേട്ടോ. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇറങ്ങിയാൽ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട്. അങ്ങനെ ഞാനും പിറക്കെ വെച്ച് വിട്ടു കേട്ടോ. അപ്പോൾ കയറിയ വാക്കിന് എന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. എല്ലാം എടുത്ത് ആരും ഇല്ലായിരുന്നു കേട്ടോ ഭാഗ്യത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കണ്ട കുറേ ബോട്ടിൽസിൻ്റെ എല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറി ഒരു വലിയൊരു ഷോപ്പാണിത് കേട്ടോ, LCBOയുടെ. അങ്ങനെ ഹസ്ബൻഡ് പിന്നെ അവിടെ നിന്ന് ഓരോന്നോരോന്ന് നോക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും അവിടെ നിന്ന് സമയം കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറച്ചൊക്കെ വീഡിയോ ഒക്കെ ഇത് കണക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷമായി. സാധാരണ മുമ്പൊക്കെ വരുമ്പോഴത്തേക്കും ഞാനും അകത്ത് കയറാറുണ്ട്. ഇപ്പോൾ ഒരുപാട് വർഷമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ ഇതേ ഇരിക്കുന്നു നമ്മുടെ മന്ദാകിനി. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ നാട്ടിലെ പിന്നെ വാറ്റാണ് കേട്ടോ. വാറ്റ് ചാരായത്തിൻ്റെ എന്തോ ആണ് ഇത് മന്ദാകിനി. ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കാറുണ്ട്, മലയാളികളാണ് കൂടുതലും വാങ്ങിക്കുന്നത്. ഇപ്പം ഞങ്ങൾ സാധാരണ കാണാറില്ല. അപ്പം അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അയാൾക്കും അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു കുറേ ഇന്ത്യൻസ് ഇതേ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ഇരിക്കുന്നു കേട്ടോ. പക്ഷേ സാധനത്തിന് നല്ല വിലയുണ്ട്. നോക്കിയപ്പോഴത്തേക്കും തന്നെ 39.95 ആണ്, ഓൾമോസ്റ്റ് $40 സംഭവം കേട്ടോ. അങ്ങനെ അത് അപ്പം അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും മന്ദാകിനി മന്ദാകിനി എന്നൊക്കെ പറയുന്നതെന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഹസ്ബൻഡ് അതും എടുത്തു. പിന്നെ അവിടെ ബെയിലി ഉണ്ടോ എന്നൊക്കെ നോക്കി അതും കുറേ നമ്മൾ തപ്പി പിടിച്ചൊക്കെ ഇങ്ങനെ നിന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സമയം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അകത്തോട്ടൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഇന്നപ്പോഴും ഉണ്ടല്ലോ അവിടുത്തെ ഒരു സ്റ്റാഫ്, ഒരു വൈറ്റ് ലേഡി, ഒരു ഓൾഡ് ലേഡിയാണ് കേട്ടോ. അവരെന്നെ ഇങ്ങനെ തുറച്ചൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തോ അവർക്ക് എടുത്ത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ പിന്നെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇത് മട്ടനാണ് കേട്ടോ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പം മട്ടൻ വാങ്ങിക്കാൻ കയറിയപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയി. അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചതെല്ലാം പിന്നെ ഇങ്ങോട്ട് എടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ ഇതേ എടുത്തുകൊണ്ട് വരുന്നത് സാധനം കുറേ ഉണ്ട് കേട്ടോ. അപ്പോഴിതെല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് തേച്ചിട്ട് പോയതല്ലേ എന്ന്. എന്നെ വന്നപ്പോൾ തന്നെ മണി ഏതാണ്ട് 2 മണിയാണ്ടൊക്കെ ആയി. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് കഴുകിയൊക്കെ എടുത്ത് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ വാങ്ങിച്ച മട്ടൻ. അപ്പോൾ ഇതിപ്പം ഉച്ചയ്ക്ക് അല്ല വെക്കുന്നില്ല, എന്തായാലും ഇനിയിപ്പം ഫ്രീസറിലൊന്നും ഇടണ്ട, ഇത് നമുക്ക് കുക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മട്ടൻ ബിരിയാണി വെക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓക്കെ വൈകിട്ടാവട്ടെ എന്ന് പറഞ്ഞ് അതിന് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഗ്രോസറി സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ. ഈ ഗ്രോസറി വാങ്ങിക്കുന്നതിനേക്കാളും വലിയ പാടാണ് ഈ സാധനങ്ങൾ പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് അടുക്കി വെക്കുന്നത്. ഇത് വലിയൊരു ജോലിയാട്ടെ. ഇത് എല്ലാവർക്കും മടിയാണ് ഇത് ചെയ്യാൻ. ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന് എല്ലാവരും ഇങ്ങനെ അടുക്കളയിൽ കൊണ്ട് വെച്ച് തരും. പിന്നെ ഇത് അകത്ത് എടുത്ത് ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എൻ്റെ ജോലിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഓരോന്നെടുത്ത് എനിക്കാണെങ്കിൽ അവിടെ ഇട്ടേക്കുന്നത് ഇഷ്ടവുമല്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും തന്നെ അതെനിക്ക് ക്ലിയർ ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. അപ്പോഴും തന്നെ ഞാൻ പെട്ടെന്ന് അതെടുത്ത് എല്ലാം അങ്ങ് ഫ്രിഡ്ജിൻ്റെ അകത്താക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീനായിട്ടൊന്നുമില്ല, മട്ടനേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ ഫ്രീസറിലുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്നൊക്കെ എടുത്തൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു. ഊണൊക്കെ അങ്ങനെ അതിന് ശേഷം ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ അതേ കുറച്ച് നേരം നമ്മുടെ ബണ്ണിയെ ഇട്ട് കളിപ്പിക്കുകയാണ്. അപ്പോൾ അവന് ഇങ്ങനെ ട്രീറ്റ് പോലെ കൊടുക്കുകയാണ് കേട്ടോ. അത് വല്ലപ്പോഴും കൂടി ഇങ്ങനെ ഓരോന്ന് കൊടുക്കത്തുള്ളൂ. അങ്ങനെ അവന് അത് കൊടുത്ത് കളിപ്പിക്കുകയാണ് അവനെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇവനെയും കൂടെ കൊണ്ടുവന്ന് അടുത്ത് ഇങ്ങനെ കുറേ നേരം ഇരുത്തും. അപ്പോൾ ആളുകളെ കൂട്ടി, ഇത് ബേബിയാണ് കേട്ടോ, ഇവനിപ്പോൾ 1 വയസ്സങ്ങോട്ട് ആയതേ ഉള്ളൂ. അങ്ങനെ മട്ടൻ എന്തോ ചെയ്തു ഞാൻ എടുത്ത് വൈകിട്ടൊക്കെ ആയി കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ടായി. മട്ടൻ എടുത്ത് ഞാൻ വിചാരിച്ചു പിന്നെ ബിരിയാണി വെക്കുകയാണെങ്കിൽ മട്ടനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനെടുത്ത് പണി തുടങ്ങി ഇവിടെ. അപ്പോഴത്തേക്ക് തന്നെ വൈകിട്ട് ഏതാണ്ട് തുടങ്ങിയ സമയത്ത് തന്നെ സമയം ഏതാണ്ട് 5 മണിയായി കേട്ടോ. അപ്പോൾ രാത്രിത്തേക്ക് എടുക്കാം എന്നും പറഞ്ഞാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് വെച്ചില്ല.
അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുമ്പോൾ ഒരുപാട് ലേറ്റാവും. അങ്ങനെ ഞാൻ പിന്നെ സാധാരണ ഞാനിങ്ങനെ ബിരിയാണിയുടെ ഒരു വലിയ ബിരിയാണി കുക്കൊന്നും അല്ല, എങ്കിലും ഞാൻ പിന്നെ നോക്കിയൊക്കെ കുറേയൊക്കെ ഇങ്ങനെ ചെയ്യും, യൂട്യൂബൊക്കെ നോക്കിയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മാരിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇഞ്ചി ഗാർലിക് പേസ്റ്റൊക്കെ അതിലേക്കിട്ട്, പിന്നെ നമ്മുടെ യോഗട്ടൊക്കെ അതിലിട്ടിട്ട് ഒക്കെ മാരിനേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. സാധാരണ എപ്പോഴും ബിരിയാണി വയ്ക്കുന്ന ഹസ്ബൻഡാണ് കേട്ടോ, ഞാനല്ല. അപ്പോൾ ഇന്ന് ഞാൻ വെക്കാമെന്ന് പറഞ്ഞു, ജസ്റ്റ് ഒരു ഹെൽപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മല്ലിയിലയും കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ബിരിയാണിക്കായിട്ട്, മട്ടൻ ബിരിയാണിക്കായിട്ട്. പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതിപ്പോൾ വോയിസ് ഓവർ കൊടുത്തത് ഞാൻ കഴിച്ചതിന് ശേഷമാണ് ഞാൻ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിരിയാണി നന്നായി വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ട് എൻ്റേതായ ഒരു രീതിയിലങ്ങ് ചെയ്തതന്നേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം മാരിനേറ്റ് ചെയ്തപ്പോഴാണ് വിചാരിച്ചത്, പിന്നെ നമ്മുടെ ബിരിയാണി മസാല അതിലേക്ക് ഇടാനങ്ങ് വിട്ടുപോയി. പിന്നെ അതും കൂടെ കുറച്ച് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ ഞാൻ കുറച്ച് നേരമൊക്കെ വെച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ അങ്ങോട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഉള്ളിയൊക്കെ ഹസ്ബൻഡ് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെക്കാൻ വേണ്ടി തുടങ്ങിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മട്ടൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് മട്ടൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മട്ടൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ച് നമ്മളിങ്ങനെ ഗ്രേവി കറി എടുത്ത് മാറ്റി വയ്ക്കും, അത് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇതിലൊന്നും വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ രാവിലത്തെ തുടങ്ങി ഒരു ഹോൾ ഡേ ചെയ്യാമെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിപ്പം വൈകിട്ട് ബിരിയാണിയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം ഇതോടെ തീരും കേട്ടോ. രാവിലെ പുറത്ത് പോയത് കൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു വന്നു, ഇപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ അരി ഇതിന് ഇട്ടിട്ടുണ്ടായിരുന്നു, വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വൈകിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊരു ഒരു കപ്പ് പോലത്തെയാണ്, അപ്പോൾ അതിൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണിക്കായിട്ട് കുറച്ച് നമ്മുടെ പിന്നെ മുട്ടയും പിന്നെ പപ്പടം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഹസ്ബൻഡാണ് ചെയ്തത്. അപ്പോൾ പപ്പടം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ മുട്ടയൊക്കെ മുട്ടയില്ലാതെ കഴിക്കില്ല കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ എപ്പം ബിരിയാണി ചെയ്താലും മുട്ട വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണ് ബിരിയാണി അതിൻ്റെ അകത്ത് ഇങ്ങനെ. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിശയമായിരുന്നു. ഇനി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഞാൻ കുറേശ്ശെ ഒന്ന് വെച്ച് ബിരിയാണി പഠിക്കണമെന്നുണ്ട് ഇങ്ങനെ. പിന്നെ എന്നാലും നമ്മുടെ യൂട്യൂബിലുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത്, അപ്പോൾ ഇതിനെ ഫോയിൽ പേപ്പർ വെച്ച് ഇത് എനിക്ക് കവർ ചെയ്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു, അവനിൽ വെച്ചിട്ട്. അങ്ങനെ അതിനായിട്ട് എല്ലാം റെഡിയാക്കി അവനിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ ഏതാണ്ട് സമയം ഒരുപാടായി കേട്ടോ. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പറഞ്ഞ് പോകുന്നു, പക്ഷേ സമയം ഏതാണ്ട് ഇപ്പം 7 മണിയായി. അങ്ങനെ അതിന് അവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ച് ഒരു ½ ആൻ അവർ എങ്കിലും വെക്കണം. അങ്ങനെ അതിനവിടെയൊക്കെ വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവനതേ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കി, പപ്പടം വേണ്ട. പിന്നെ മക്കൾക്ക് സാലഡ് ഇല്ലെങ്കിൽ പറ്റില്ല. പിന്നെ അതിൽ നിന്ന് തന്നെ കുറച്ച് കറി നമ്മൾ മാറ്റി വെച്ചതാണ്, മട്ടൻ കറി തന്നെയാണ്. പിന്നെ മുട്ട ബോയിൽ ചെയ്ത്, അപ്പം രാജകീയമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു. കാരണം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അടുക്കളയിലൊക്കെ കുറച്ച് വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബണ്ണിയുടെ ബെഡാണ് കേട്ടോ. അപ്പോൾ അവൻ കൂടെ അതിലോട്ട് കയറും, ചാടി ഇറങ്ങും, പിന്നെ അതിലോട്ട് പോവും. അങ്ങനെ കുഞ്ഞാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് കുരുത്തക്കേടുണ്ട്. അവൻ അടങ്ങിയിരിക്കത്തില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോവും. ഇവിടെ കുട്ടികളാണെങ്കിൽ അതിനെ ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന പോലെ എടുത്തുകൊണ്ട് കിടക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ്, കയ്യിലിരുന്ന് ഇങ്ങനെ ഉറങ്ങും. അപ്പോൾ കുഞ്ഞായോണ്ടാണ്. അങ്ങനെ ഇപ്പോഴാണ് ജോലിയൊക്കെ കഴിഞ്ഞു ഞാൻ അകത്തോട്ട് കയറിയത്. ഇനിയിപ്പോൾ എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ ഇന്നത്തെ ഫുൾ ബിസി ആയിരുന്നു, ഫുൾ ഡേ എൻഗേജ്ഡ് ആയിരുന്നു കേട്ടോ. ഇനി നാളെ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോയുടെ വിശേഷങ്ങൾ. ഇനി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.